ഇന്നത്തെ ടോപ്പിക് ഷോൾഡർ ഡിസ്ലൊക്കേഷനെ പറ്റിയാണ്. ഈ കുഴ തെറ്റുന്നൊരു ഇഷ്യൂ ഉണ്ട്. മസിൽ ടയർ ആയാൽ കുഴ തെറ്റും, എല്ലിന് ഡാമേജ് വന്നാലും കുഴ തെറ്റും. നമുക്കറിയാം, നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ഭയങ്കര മൊബൈൽ ജോയിൻറ്റാണ്. നമുക്ക് പല പ്ലെയിനിൽ അനക്കാം. വഴക്കങ്ങൾ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. അതാണ് ഈ ഷോൾഡർ തെറ്റാനൊരു സാധ്യതയുണ്ട്. നമുക്ക് രണ്ട് എല്ലുണ്ട്. നമ്മുടെ കൈപ്പല്ലിലത്തെ എല്ലുണ്ട്, പിന്നെ നമ്മുടെ ആം ബോൺ ഉണ്ട്. ഈ എല്ലോ അല്ലെങ്കിൽ ഈ എല്ലിന് ഡാമേജ് വന്നാൽ കുഴ തെറ്റാം. രണ്ട് കാരണം കൊണ്ട് അങ്ങനെ വരാം. ഒന്നെങ്കിൽ ഫ്രാക്ചർ, അതായത് വീണ് കാരണം ഫ്രാക്ചർ വന്നിട്ട് ചെറിയൊരു കഷ്ണം ചിന്നി മാറിയിട്ടുണ്ടാവും. ബട്ട് ആ ചെറിയ കഷ്ണം തെറ്റി മാറി നിന്നാൽ കുഴ തെറ്റാനൊരു സാധ്യത കൂടുതലും. സോ അത് മിസ്സാവാൻ പാടില്ല. എക്സ്റേയിലോ ചെറിയ കഷ്ണം ഉണ്ടല്ലോ, ചിലപ്പോൾ 1 സെൻറ്റിമീറ്ററുടെ കഷ്ണം ഉണ്ടാവുള്ളൂ. ബട്ട് അത് മിസ്സായാൽ കുഴ തെറ്റിക്കൊണ്ടിരിക്കും. സെക്കൻഡ്, മസിൽ ഡാമേജ്, അതായത് ലിഗമെൻറ്റ് ഡാമേജ് കാരണം കുഴ ഇങ്ങനെ തെറ്റിക്കൊണ്ടിരുന്നാൽ അത് എല്ലിനെ ബാധിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ, അതായത് ലിഗമെൻറ്റ് കാരണം എല്ലിനെ ബാധിച്ചാൽ, അത് ബോണിൻ്റെ പ്രോബ്ലം മിസ്സായാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫെയിലാവും. സോ യൂഷ്വലി നമുക്ക് CT വേണം, MRI വേണം. CT സ്കാനും ചെയ്യേണ്ടി വരും, MRI സ്കാൻ ചെയ്യേണ്ടി വരും. MRI എടുക്കാൻ കാരണം ലിഗമെൻറ്റും മസിലിൻ്റെ കാര്യം അറിയാനാണ്. CT എടുക്കാൻ കാരണം എല്ലിൻ്റെ ബോണിൻ്റെ കാര്യം അറിയാനാണ്. CT എടുക്കാൻ കാരണം നമുക്കൊരു അളവുണ്ട്. ഇപ്പോൾ കൈപ്പലയിലത്തെ എല്ലിൻ ഒടിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ സ്ക്രൂ വെച്ച് നമുക്കത് ഉറപ്പിക്കാം, അല്ലെങ്കിൽ വേറെ എല്ല് കഷ്ണം വെച്ച് നമുക്ക് ഉറപ്പിക്കാം. ആ ജോയിൻറ്റിൻ്റെ വീതി കൂട്ടാനാണ്. ജോയിൻറ്റിന് വീതി കുറഞ്ഞാൽ കുഴ തെറ്റാൻ സാധ്യതയുണ്ട്. സെയിം വേ നമ്മളുടെ കൈയുടെ എല്ല്, ഇവിടുത്തെ എല്ലിൻ്റെ ഒരു ചെറിയ കഷ്ണം മിസ്സായാൽ നമുക്ക് ഓഗ്മെൻറ്റ് ചെയ്യാം ആ കുഴ തെറ്റാതിരിക്കാൻ. സോ ചുരുക്കി പറഞ്ഞാൽ, കുഴ തെറ്റിക്കൊണ്ടിരുന്നാൽ ഒന്നെങ്കിൽ ബോണിൻ്റെ പ്രോബ്ലവും അല്ലെങ്കിൽ മസിലിൻ്റെ പ്രോബ്ലവും. സോ either way നമ്മളത് മിസ്സാവാൻ പാടില്ല. താങ്ക് യു.